അച്ഛാ, കത്തോലിക്ക കോൺഗ്രസ് പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് അച്ഛൻ്റെ പരാമർശങ്ങൾ പല വേദികളിലും കേൾക്കുകയുണ്ടായി. കത്തോലിക്ക കോൺഗ്രസ് ഇനി അങ്ങോട്ട് രാഷ്ട്രീയ അടിമത്തം വിടുകയാണെന്ന്. യഥാർത്ഥത്തിൽ ഇനി കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാമോ? കത്തോലിക്ക കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സമുദായത്തിന് ഈ ജനപ്രതിനിധികൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നു, കത്തോലിക്ക സമുദായത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുവാൻ ആര് തയ്യാറാകുന്നു, അവരോട് ഞങ്ങൾ സംവദിക്കും. ഇനി ആരുടെയും ഫിക്സഡ് ഡിപ്പോസിറ്റുകളായി നിലകൊള്ളുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ബോധപൂർവം കത്തോലിക്ക സഭയെയും കത്തോലിക്ക സമുദായത്തെയും അവഗണിക്കുന്നതായൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതിനൊരു മാറ്റം വന്നേ തീരൂ. ആര് എന്നല്ല, ആരുടെയും അടിമയാകുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. കൃത്യമായ നിലപാടുകളെടുക്കും. അനുകൂലമായ നിലപാടുകളെടുത്താൽ അത് തുറന്നു പറയുവാനും ഞങ്ങളെ അവഗണിക്കുന്നവരെ തുറന്നു കാണിക്കുവാനും ഞങ്ങളിനി പരിശ്രമിക്കും. ഇതുകൊണ്ട് കേരളത്തിലൊരു വിഭാഗീയത ഉണ്ടാകണമെന്നല്ല ഞങ്ങൾ പറയുന്നത്. എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ ലഭിക്കണം. ന്യൂനപക്ഷങ്ങളെ എല്ലാം പരിഗണിക്കണം. ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷത്തെ മാത്രം പ്രീണിപ്പിക്കുന്ന നയം ഇനി മുതൽ ഞങ്ങൾ അനുവദിച്ചു കൊടുക്കുകയില്ല. ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷത്തിന് ലഭിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല. അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് ലഭിച്ചോട്ടെ. പക്ഷേ ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരെ തമസ്കരിച്ചുകൊണ്ട് അവരുടെയും കൂടി അവകാശങ്ങൾ കവർന്നെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അനീതിയാണ്. അത് തുറന്നു പറയാൻ ഞങ്ങൾക്ക് മടിയില്ല. ആരുടെയും അന്യായമായ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് അത് ഞങ്ങൾക്ക് തന്നേ തീരും. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയം കളിച്ചാൽ അത് തുറന്നു കാണിക്കുവാൻ ഇനി മുതൽ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ട്. കത്തോലിക്ക സമുദായത്തിലെ ഓരോ അംഗത്തെയും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കും. അഭിനന്ദ പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ, രൂപതകളുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസ് എല്ലായിടത്തും ശക്തിപ്പെടുകയാണ്. ഇനി ഞങ്ങളെ അവഗണിച്ച് പിന്തള്ളാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ശക്തമായ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്.